ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈച്ചശല്യം മൂലം പൊറുതിമുട്ടിയവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ, അതുപോലെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഓട്ടയാവുകയാണെങ്കിൽ എങ്ങനെ അത് പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുത്ത് പുതിയതുപോലെ ആക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ടും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലെ തന്നെ പൊട്ടിയ മൺപാത്രങ്ങളൊക്കെ വളരെ പെട്ടെന്ന് എങ്ങനെ ഒട്ടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്ക് കിടക്കാം. മഴക്കാലത്ത് ചക്ക, മാങ്ങ അതിൻ്റെ സീസണാകുന്ന സമയത്തൊക്കെ ഈച്ച, കൊതുക്, അതുപോലെ തന്നെ കൊച്ചീച്ചകളൊക്കെ ധാരാളമായിട്ട് നമ്മളുടെ വീടുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ചെറിയ മക്കളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പറയും വേണ്ട, അവർ കഴിച്ചിട്ട് അതും ഇതും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് ഈച്ച ശല്യം ഭയങ്കര രൂക്ഷമായിരിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ട്രിക്കാണ് ഇട്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഡൈനിങ് ടേബിളിലൊക്കെ അത്യാവശ്യം നല്ല ഈച്ച വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് നന്നാരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വല്ലാത്തൊരു പുളിപ്പും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല വഴുവഴുപ്പുണ്ട്. ഇതിലേക്ക് ഈച്ചകൾ വീണ് പോവുകയാണെങ്കിൽ പിന്നെ അവർക്കതിൽ നിന്നും വഴുവഴുപ്പ് കാരണം പാറിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ അവർ ട്രാപ്പിലാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഈച്ചകളൊക്കെ ഈ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും വന്ന് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ 1-2 ഗ്ലാസ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒന്ന് പുറത്തും ഒന്ന് അകത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യാത്തൊരു ഗ്ലാസ്സാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനൊരു ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈച്ചകളെ അകറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും 1-2 ഈച്ചകളൊക്കെ വന്ന് വീണ് ചത്തുപോയിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്ത് വെച്ച ഗ്ലാസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെയും അത്യാവശ്യം നല്ല ഈച്ചകൾ തന്നെ വന്നിരിക്കുന്നുണ്ട്. കുറച്ചെണ്ണം ഗ്ലാസ്സിൽ വീണ് ചത്തുപോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പാറിപ്പോകാൻ വേണ്ടിയിട്ട് എന്തായാലും പറ്റില്ല. യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഈച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് കുറച്ച് ഈച്ചകൾ അകത്തെയും പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നന്നാരി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുത്താലും മതിയാവും കേട്ടോ. അതിന് നല്ല കൊഴുകൊഴുപ്പുണ്ട്. അപ്പോൾ ഈച്ചകൾ അതിലേക്ക് വീഴുകയാണെങ്കിൽ പാറിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഈ സൈഡിലുള്ള ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിരുന്നു. കാരണം ഈച്ചകൾ പാറി വന്ന് ഗ്ലാസ്സിന് മുകളിൽ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. കുറച്ച് ഈച്ചകൾ മാത്രമേ ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. അപ്പം ഞാൻ വരുന്നതെല്ലാം ഒന്ന് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശർക്കര മുകളിൽ നിന്നും തുടച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഉള്ളിലേക്ക് വീണ ഈച്ചകളൊക്കെ ഈ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ചത്തു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഈച്ച മുകളിലോട്ട് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ അതിന് കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നമ്മൾ വേറെ വെള്ളം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വഴുവഴുപ്പുള്ള വെള്ളമായതുകൊണ്ട് തന്നെ അവർക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ലൈവായിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. ഉറപ്പായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ വെച്ചതിന് ശേഷം നോക്കുമ്പോൾ ഒരു ഈച്ചയും കൂടെ ഇതിലേക്കൊന്ന് വന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ കയറാൻ പറ്റാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് വരാറുണ്ട്. ഇത് ചോറ് വെക്കുന്ന പാത്രമാണ് കേട്ടോ. ഇൻഡക്ഷനിൽ ചോറ് വെക്കുന്ന ഒരു പാത്രമാണ്. കുറേ ദിവസത്തിന് ശേഷം ഇതുപോലൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. ഉള്ളിലും വന്നിട്ടുണ്ട്, പുറത്തും വന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യാതെ ഒഴിവാക്കിയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ടിഫിൻ ബോക്സും ഹോൾസ് വന്നതിന് ശേഷം ഒഴിവാക്കിയതാണ്. അത്യാവശ്യം നല്ലൊരു ഹോള് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. ഇതിൽ കറിയൊന്നും ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ ഒഴിവാക്കിയൊരു 2 പാത്രമാണ് ഇട്ടത്. ഇപ്പോൾ കൂടുതൽ പേരും കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് പാന്, അതുപോലെ തന്നെ അലുമിനിയം പാത്രങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റീൽ പാത്രം, അതുപോലെ തന്നെ മണ്ണിൻ്റെ പാത്രങ്ങൾ, പിന്നെ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിഫിൻ ബോക്സിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നന്നായിട്ട് ആ ഹോൾസിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഒരു സൈഡിൽ മാത്രമേ ഇത് ഹോൾസ് ആയിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു ഹോൾസാണുള്ളത്, എന്നാലും നന്നായിട്ട് അതിൽ വെള്ളം പോകും. ഒന്നും ഇതിൽ വെക്കാനൊന്നും പറ്റില്ല കേട്ടോ.
ചെറിയൊരു ഹോൾസാണ്. അപ്പോൾ അടുത്ത പാത്രത്തിന് വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇത് ഹോൾസ് അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതൊരു ക്രാക്കാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണങ്ങിയ ഒരു തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പാത്രം ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും, വെള്ളം നന്നായിട്ട് ലീക്ക് ആവുന്നുണ്ട്. നല്ലൊരു പാത്രമാണ്. ഞാൻ അത്യാവശ്യം ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ട് കുറേ ദിവസമായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ടിഫിൻ ബോക്സിൽ ലീക്കേജും അതുപോലെ തന്നെ ഈ വലിയ പാത്രത്തിൽ ലീക്കേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഓട്ടായ പാത്രങ്ങൾ, ക്രാക്കായ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കയ്യിൽ എടുക്കുന്ന സമയത്തും നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ, നല്ല ലീക്കേജ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അറാൾഡൈറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റീൽ പാത്രങ്ങളിലുള്ള ഹോൾസൊക്കെ അടച്ചിട്ട് പഴയതുപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 2-3 മിനിറ്റ് മിക്സാക്കി ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒട്ടിച്ചെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വെറും 68 രൂപ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല നല്ല പാത്രങ്ങൾക്ക് ഒരു ചെറിയ ഹോൾസ് ഉണ്ടായതിൻ്റെ പേരിൽ വലിച്ചെറിയേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്കത് പഴയതുപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മളുടെ അടുത്തുള്ള കടകളിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുപോലെ പേര് പറഞ്ഞ് ചോദിച്ചാൽ മതി, ഇത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഓൺലൈനിലായാലും കുഴപ്പമൊന്നുമില്ല, ഓൺലൈനിൽ ഓർഡർ ചെയ്താലും നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങളുടെ ഹോൾസൊക്കെ അടച്ചെടുക്കുക എന്ന്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള 2 ട്യൂബാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഹാർഡ്നറും ഒന്ന് റെസിനുമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്കിത് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇതൊന്ന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു റിസൾട്ടും തന്നെ നമുക്ക് കിട്ടില്ല. ഇത് രണ്ടും ചേരുന്ന സമയത്താണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശയായിട്ട് ഇത് മാറുന്നത്. രണ്ടും ഒന്ന് അറാൾഡൈറ്റ് റെസിൻ, ഒന്ന് അറാൾഡൈറ്റ് ഹാർഡനറാണ്. രണ്ടും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വലിയൊരു പാക്കറ്റുകളിലും ഇതുപോലുള്ള ചെറിയ പാക്കറ്റായിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു അത്യാവശ്യം മീഡിയം സൈസിലുള്ളതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഈ ട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിൻ്റെ ക്യാപ്പിൽ മുള്ള് പോലുള്ളൊരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഓപ്പണായി വരും കേട്ടോ. ഇനി നമുക്ക് രണ്ടും ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു അമൗണ്ടിലാണ് നമ്മളിത് എടുക്കുന്നത്. ഞാനൊരു ഡ്രോപ്പ് മാത്രമേ ഇതെടുത്തിട്ടുള്ളൂ. ഇനി അടുത്തത് നമുക്കൊരു ഡ്രോപ്പ് എടുക്കാം. എത്രയാണ് നമ്മളിപ്പോൾ 2 ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ 2-ൽ നിന്നും 2 ഡ്രോപ്സ് എടുക്കണം. 1 ഡ്രോപ്സ് എടുക്കുകയാണെങ്കിൽ 2-ൽ നിന്നും 1 ഡ്രോപ്സ് മാത്രം എടുക്കുക കേട്ടോ. അങ്ങനെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ ഇത് നന്നായിട്ട് വർക്ക് ആവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ രണ്ടും ഓരോരോ ഡ്രോപ്സ് ഒന്ന് പാത്രത്തിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2-3 മിനിറ്റ് നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് അലർജി പ്രശ്നങ്ങളോ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കാണ്ടിരിക്കുക. ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ചെറിയ മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മളിത് സൂക്ഷിക്കാണ്ടിരിക്കുക. അവരുടെ കണ്ണിലൊന്നും പെടാത്ത സ്ഥലത്ത് വയ്ക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്താലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും. എത്ര കാലം വേണമെങ്കിലും നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് നമ്മൾ ഓട്ടയായിട്ടുള്ള സ്റ്റീൽ പാത്രം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്.
ഞാനിത് വെച്ച് കൊടുത്തിട്ട് 24 മണിക്കൂറും വെച്ച് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. എന്നാലും ഞാൻ 24 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ക്രാക്കായ ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും, വല്ലാണ്ട് കട്ടിയിലൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളുടെ ഓട്ടയായിട്ടുള്ള ടിഫിൻ ബോക്സും ഇതുപോലെ തന്നെ നമുക്ക് ആ ഹോൾസിൻ്റെ അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. വളരെ ചെറിയൊരു ഹോൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അകത്തും പുറത്തും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്തും ഞാൻ ഒട്ടിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അകത്ത് ഒട്ടിച്ചു കൊടുത്ത് നമ്മൾക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റും, യാതൊരു പ്രോബ്ലം തന്നെ വരുന്നില്ല. അറാൾഡൈറ്റ് വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ചൂടാക്കിയാലും എന്ത് കുക്ക് ചെയ്താലും അത് ഇളകി പോകുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ചധികം സമയം തന്നെ വെച്ചിട്ട് കഴുകാണ്ടിരുന്നാലാണ് അത് വല്ലാണ്ട് അങ്ങ് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുക. ഇത് പെട്ടെന്ന് നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ കഴുകുകയാണെങ്കിൽ എവിടെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പാത്രങ്ങളൊക്കെ നല്ല സെറ്റായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം, സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ ഒട്ടിച്ചെടുത്ത് പിന്നെ ടിഫിൻ ബോക്സിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു തുള്ളി പോലും വെള്ളം പുറത്തേക്ക് പോകാതെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ പാത്രത്തിലും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് ഉണങ്ങിയ ക്ലോത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോഴും വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ലീക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഒരു തുള്ളി പോലും വെള്ളം ലീക്കാവുന്നില്ല. അപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.